ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ഞാൻ സഹോദരിമാർക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. ഗലാത്യർ 2:28 29 വായിച്ചു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അല്ല 2:28 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്യം 3 ആണ്. ഏതാ വാക്യം? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണൊന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. മതി. ഞാനിത് ഇന്നത്തെ എൻ്റെ വിഷയമായിട്ടല്ല, വിഷയം ഇത് കഴിഞ്ഞാൽ പറയാം. ഞാനിത് പറയാൻ കാരണം പലരും പറയാറുണ്ട്, നമ്മൾ ഈ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചില പറയാറുണ്ട്. ഒരിക്കലും സമത്വം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നുമില്ല. പക്ഷേ ഈ ജെൻഡർ അഥവാ സ്ത്രീ പുരുഷ വിവേചനം അതൊഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാരണം യേശുക്രിസ്തു ദൈവസഭയോട് ഒരിക്കലും ഈ വിവേചനം കാണിച്ചിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇനി ഈ വിവേചനം കാണിക്കുന്ന പലരോടും സംസാരിച്ചു വരുമ്പോഴും അതെത്തി നിൽക്കുന്നത് നമ്മുടെ തത്വത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ചില വാദങ്ങളിലേക്കാണ്. ഞാനത് പലതവണയും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, ചെറിയൊരു സമൂഹത്തിൽ, വലിയ സമൂഹത്തിൽ പാടില്ല എന്നുള്ളൊരു സ്ഥലത്തേക്ക് അവരെത്തും. അത് കൊല്ലത്തുള്ള ആ ദൈവസഭ, അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ഇവിടെ സ്ത്രീകൾ ശുശ്രൂഷിക്കില്ല എന്ന് എഴുതി വെച്ച ദൈവദാസൻ ഉൾപ്പെടെ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ മാറ്റം പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ സ്ത്രീകളൂടെ കുറച്ച് ശ്രമിക്കേണ്ടി വരും. കാരണം ഞങ്ങളുടെ ഇടയിൽ ഇതില്ല എന്ന് നിങ്ങൾക്ക് ആദ്യം ബോധ്യം വരണം. നമ്മൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, സഭയെക്കുറിച്ച് ഏറ്റവും കൂടുതലുള്ള ആക്ഷേപങ്ങളിൽ ഒന്നാണ് സ്ത്രീകളോട് വിവേചനമുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മുടെ കൂട്ടായ്മകളും ശുശ്രൂഷകളും ഒക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഭാഗവാക്കാകാൻ പറ്റുന്ന സമയത്തൊക്കെയും നിങ്ങൾ ഭാഗവാക്കാകാനും ആ ഒരു വ്യത്യാസം ഇല്ലാത്തതുപോലെ പെരുമാറാനും നിങ്ങൾ സ്വയം ശ്രമിക്കണം. നമുക്ക് പ്രോത്സാഹിപ്പിക്കാനേ കഴിയാവും, പക്ഷെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ മറ്റാർക്കും കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് 2 വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യോർദാൻ നദിയെക്കുറിച്ചുള്ള ദൈവവചനത്തിൽ കാണുന്ന ചില പ്രത്യേകതകൾ എൻ്റെ ഞാൻ മനസ്സിലാക്കിയ 1-2 പ്രത്യേകതകൾ. അതോടൊപ്പം കർത്തൃമേശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുള്ള 1-2 വസ്തുതകളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് കർത്തൃമേശയും പങ്കിട്ട് കടന്നു പോകാൻ ദൈവം സഹായിക്കും. അപ്പോൾ യോർദാനെക്കുറിച്ച് പറഞ്ഞാൽ, യോർദാൻ പ്രധാനമായിട്ടും പല സമയങ്ങളിലും വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു നദിയാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള നദിയും യോർദാൻ തന്നെയായിരിക്കും. കാരണം ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, അതല്ലാത്തവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കിയാലും ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള ഒരു നദിയുണ്ട്. ഇതിനെക്കുറിച്ച് ആദ്യം പറയുന്ന, അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് മനസ്സിലാക്കാനാണ്, ലോത്ത് കൂടാരമടിച്ച് അവസാനം ഇതിൻ്റെ അടുത്ത് വരെ എത്തി. അതിനടുത്ത് നമുക്കറിയാം, ഇപ്പോഴും ആ സോദോം ഗോമോറ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുണ്ടെന്ന് തന്നെ ആണ് എല്ലാവരും അവകാശപ്പെടുന്നത്. കാര്യം ആ ഭൂപ്രദേശത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവിടുത്തെ പാറകൾ പോലും കറുത്ത നിറത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ആ സ്ഥലവും അതെങ്ങനെയാണ്. ആ ഒരു മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ലോത്ത് അവിടെ എത്തിയത്. അല്ലെങ്കിൽ ലോത്ത് ആ സ്ഥലത്തെ താമസം കൊണ്ട് ഒത്തിരി പ്രയാസപ്പെട്ടു എന്നുള്ളത് വേദപുസ്തകം പറയും. എന്നാൽ ലോത്ത് യോർദാൻ കടന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യോർദാനിൽ ഒന്ന് ഇറങ്ങി കയറിയ എല്ലാവരും
എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അതാണ് യോർദാനിൽ ഞാൻ കണ്ട ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത്, ആ യോർദാന് തന്നെ ദൈവം ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, യോർദാൻ്റെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്നാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷയൊന്നും വേദോസിൽ അല്ലെങ്കിൽ യോർദാനുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പേരൊക്കെ പറയുന്നുണ്ടെന്ന് അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. സുവിശേഷം കഴിഞ്ഞാൽ പിന്നെ ആ പേര് പോലും പറഞ്ഞില്ല കേട്ടോ. ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് നമുക്കറിയാം. യോശുവ ജനവുമായിട്ട് വരുമ്പോഴാണ്. ജനം യോർദാൻ കടക്കണം. തലേ ദിവസം പ്രമാണിമാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതാ 4 പുത്തൻ കയ്യിലുള്ളവരെന്നുള്ള അല്ല എൻ്റെ അർത്ഥം. പ്രമാണം അനുസരിക്കുന്നതെന്നുള്ളതാണ് ശരിയായ അർത്ഥം. അതിന് മലയാളത്തിൽ ഇങ്ങനെ വാക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കാറാണ് ചെയ്യാറ്. ഞാനതിനെക്കുറിച്ച് അത് പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാനിന്നത് പ്രത്യേകം നോക്കിയതാണ്. അപ്പോൾ ഒരു വിധത്തിൽ സ്ക്രൈബ്സ് അല്ലെങ്കിൽ ശാസ്ത്രിമാരെന്ന് പറഞ്ഞ ആ സമൂഹത്തെക്കുറിച്ചാണ് പ്രമാണിമാരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ നടന്നു പറഞ്ഞു, നാളെ പുരോഹിതന്മാർ പോകും, അതിൻ്റെ ഒരല്പം അകലം വിട്ട് നിങ്ങളങ്ങ് പോയിക്കോണമെന്ന്. നമുക്കറിയാം, ഒരു വാക്ക് പോലും ആരും യോർദാനോട് പറഞ്ഞില്ല. നമുക്കറിയാം, ചെങ്കടലിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് പ്രയാസപ്പെട്ട് നിന്നു. മോശ കൈ നീട്ടി. അതിന് ശേഷമാണ് ഇതിവിടെ ഒന്നും നടന്നില്ല. പുരോഹിതന്മാർ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം മേളിലങ്ങ് നിന്നു. അതിനുശേഷം ഏലിയാവും ഏലീശയും പുതപ്പെടുത്ത ഓരോ അടിയൊക്കെ അടിച്ചു. യോർദാനെ എനിക്ക് തോന്നുന്നത് സൃഷ്ടിച്ചത് പോലും യേശുക്രിസ്തുവിനെ സ്നാനത്തിന് വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നു. ഈ കരയിൽ നിന്നപ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കും. യോശുവ 3:13 മുതലുള്ള 2-3 വാക്യങ്ങൾ. സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. ഇനി 15ഉം 16ഉം വായിച്ചു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അടുത്ത വാക്യം. സാരദാന് സമീപത്തുള്ള ആദാ പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. അരാബായിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിന് നേരെ ബഹുകര കടന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കണം. പുരോഹിതന്മാർ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം എന്ത് പറ്റി? അവിടെ എന്താണ് നടക്കേണ്ടതെന്ന് യോർദാൻ തന്നെ മനസ്സിലാക്കിയെന്നുള്ളത്. രണ്ടാമത്തത്, ഈ വെള്ളം മേളിൽ പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നടക്കരുതാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നടന്നതെന്ന്. അല്ല, ഒരിക്കലും വെള്ളം എത്തത്തില്ല അല്ലെങ്കിൽ ശുദ്ധജലം എത്തത്തില്ല എന്ന് എഴുതി കൂട്ടി വെച്ചിരിക്കുന്ന ചാവുകടലിലേക്ക് വെള്ളമെത്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലൊരു വീണ്ടെടുപ്പ് നടക്കുമ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ വലിയൊരു വിടുതൽ ദൈവം ചെയ്യുന്നുണ്ട്. മറ്റനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മളെ ജോർദാനുകളിലൂടെ കടത്തി ദൈവം വിടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ തിരിച്ചറിവ് നമുക്കില്ലാതെ പോകും. നമ്മൾ അതിനെക്കുറിച്ച് വേദനിക്കുകയോ വിലപിക്കുകയോ പിറുപിറുക്കുകയോ അല്ല വേണ്ടത്. ഇതിലൂടെ ദൈവം നടത്തുന്ന വലിയൊരു അത്ഭുതത്തിലൂടെ കടന്നു പോവുകയും ഇത് കണ്ടും കേട്ടും ഇതിൻ്റെ വരുതിയിൽ നിന്ന് പലതും അനുഭവിച്ചും മറ്റനേകർ രക്ഷ പ്രാപിക്കുന്നതിനെ ഓർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇനി ഇത് കഴിഞ്ഞ് യോശുവയ്ക്കുണ്ടായ സംഘം നമുക്കറിയാം. അടുത്ത ഇത് കഴിഞ്ഞ് അവരെ കൊണ്ടാ പോകുന്നത്? യെരിഹോവിൻ്റെ അടുത്തേക്കാണ്. യെരിഹോവിൻ്റെ അടുത്തേക്ക് ആ കോട്ടയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. വലിയൊരു സംഭവമാണ്. അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്ത്, യോശുവയുടെ സ്ഥാനത്ത് നിന്നാൽ ആർക്കും ചങ്കിടിപ്പ് കൂടും. ഉറപ്പാണ്. യോർദാൻ കടന്നാൽ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ അവിടെ തീരുകയല്ല, അവിടെ അതിലും വലിയൊരു സാധനം മുമ്പിൽ നിൽക്കുക. ഇത് നിൽക്കുമ്പോഴാണ് പരിചയമില്ലാത്ത ഒരാൾ വന്ന് വാളുമായിട്ട് യോശുവയുടെ മുമ്പിൽ നിൽക്കുന്നത്.
ഒരു വാക്കേ ചോദിച്ചോളൂ. ഉത്തരം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പരിചയപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞ് കാലിൽ നിന്ന് ചെരുപ്പോടെ ഊരിക്കോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടുത്ത യുദ്ധം ഞാൻ ചെയ്യുമെന്ന്. ഞാനല്ല, ഈ വന്നയാൾ ചെയ്യുമെന്ന് പറഞ്ഞു. യോർദാൻ കടന്നപ്പോൾ യോശുവയ്ക്കുണ്ടായ വീണ്ടെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇനി യോശുവ എന്ത് ചെയ്യണ്ട? ഒരു യുദ്ധവും ചെയ്യണ്ട. യോശുവയ്ക്ക് ഒരു പണിയുമില്ല ഇനി. കാര്യം ഇതിന്റെ നായക സ്ഥാനം ആര് ഏറ്റെടുത്തു? ദൈവം ഏറ്റെടുത്തു. ഇനി അടുത്ത നമ്മൾ വായിക്കുന്ന പ്രധാന സംഭവം, യോർദാൻ കടന്ന ഏലിയാവ് അങ്ങോട്ട് പോയി. സ്വർഗത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്ന ഏലീശയോ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് വാങ്ങിച്ചു. ഇത് കഴിഞ്ഞ് കുഷ്ഠം പിടിഞ്ഞ ഒരുത്തനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോഴോ അവൻ അവിടെ നിന്ന് സൗഖ്യമായിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. യോർദാനിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടോ? പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇറങ്ങി നിന്നാണ് യോഹന്നാൻ പറയുന്നത് സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് അവസാനത്തെ സംഗതി. ഇപ്പൊ യോർദാൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വീണ്ടെടുപ്പിന്റെ അവസാന പ്രവൃത്തി എന്നോണം യേശുക്രിസ്തു സകല നീതിയും നിവൃത്തിയാക്കുവാൻ വേണ്ടി സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവോടെ ഇറങ്ങി. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ പലരും സ്നാനത്തെ ലഘൂകരിച്ച് കാണാറുണ്ട്. യേശുക്രിസ്തു അത് ചെയ്താലേ സകല നീതിയും നിവൃത്തിയാകൂ എന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും അതിനകത്തുനിന്ന് ഒരു ഒഴിവ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തിരിച്ചറിവുണ്ടായിട്ട് ഈ കൽപ്പന അറിഞ്ഞ ശേഷം ഇത് ചെയ്യാതിരിക്കുന്ന ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരു കഴിവ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒഴിവാക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആരായിരുന്നു? യേശുക്രിസ്തു ആയിരുന്നു. സകല നീതിയും ഇങ്ങനെ നിവൃത്തിയാകട്ടെ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുമ്പം മേളിൽ നിന്ന് ഭയങ്കരമായ ശബ്ദമുണ്ടായി. എന്താ? ഒന്നുപോലും വിട്ടിട്ടില്ല അവൻ. എനിക്കിഷ്ടമുള്ള പ്രവൃത്തികളിൽ ഒന്നുപോലും അവൻ വിട്ടിട്ടില്ല. പ്രിയപുത്രൻ. ഒരിക്കലല്ല, വീണ്ടും നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയം. വീണ്ടും ക്രൂശിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അവിടെയും ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവത്തിന് സ്തോത്രം. തിരുമേശ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇക്കാര്യത്തെ ഓർക്കണം. സിറിയക്കാരനായ നയമാൻ സൗഖ്യമാകുമ്പോൾ നമ്മൾ ഓർക്കണം, നയമാൻ ഏത് രാജ്യക്കാരനാ? സിറിയക്കാരനാ, യഹൂദനല്ല. പ്രവാചകന് പറയാം, നിനക്കിവിടെ ഇല്ല ഒന്നും ഉണ്ടോ? അല്ല. നമ്മളെ സൂക്ഷിച്ചു നോക്കിയാൽ പഴയ നിയമത്തിൽ ഒത്തിരി ഇടങ്ങളിൽ ജാതികളിലേക്ക് ദൈവകൃപ പോയിട്ടുള്ളതിന് ആവശ്യം പോലെ തെളിവുകളുണ്ട്. അത് യഹൂദന്മാരുടേത് മാത്രമാക്കി തീർത്തത് ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരിക്കലുമല്ല. ദൈവം എല്ലാ സമൂഹത്തോടും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. നിലവെ കാണിക്കുന്നത് അതിൻ്റെ വലിയൊരു തെളിവാണ്. ദൈവത്തിന് സ്തോത്രം. 2 രാജാക്കന്മാർ 5:15-17 ഒന്ന് വായിക്കും. അവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടി. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അറിയാം. ഇസ്രായേൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തിരിച്ചറിവിൽ എന്ന് പറഞ്ഞാൽ അത് മറ്റ് പഴയ നിയമത്തിൽ പല വാക്യങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഓരോ സ്ഥലത്തിനും ഒരു ദൈവം ഉണ്ടെന്ന് അവരുടെ വിശ്വാസം. അത് വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് പൈശാചികമായ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ പൈശാചികത ഓരോ ദേശത്തിനും
പ്രത്യേകമായിട്ടുണ്ടെന്ന് വേദോത്സവം തന്നെ പറയുന്നു. പാർസി ദേശത്തിൻ്റെ പ്രഭു എന്ന് പറയുന്ന ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് വായിക്കുന്ന വാക്യത്തിൽ നിന്നാണ് നമ്മളത് ഗ്രഹിക്കുന്നത്. അത്തരം തിരിച്ചറിവിൽ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്, ഈ ഇസ്രായേൽ പ്രദേശത്തിന് മാത്രം ഒരു ദൈവം ഉണ്ട്, അതാണ് ശരിയായ ദൈവം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ്. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ശരിയാണെങ്കിലും അദ്ദേഹത്തിന് ആ ഏരിയയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ശരിയല്ല. പക്ഷെ പ്രവാചകൻ അവിടെ തിരുത്താൻ പോയില്ല കേട്ടോ. അടുത്ത 17-ാം വാക്യം വായിച്ചു. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോപക്കഴുത്ത് ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നമ്മളിത് ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കുകയാണ്, അല്ലാതെ അതിനകത്ത് ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഈ മണ്ണ് കൊണ്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ ദേശത്ത് കൊണ്ടുപോയി ഒരു യാഗപീഠം പണിഞ്ഞ് അതിനകത്ത് യാഗം കഴിക്കുമ്പം ഇസ്രായേലിൽ പ്രസാദിച്ച ദൈവം അവിടെയും ഇസ്രായേലിൻ്റെ മണ്ണായതുകൊണ്ട് പ്രസാദിക്കും എന്നുള്ള തിരിച്ചറിവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. നമുക്ക് ഗ്രഹിക്കാം. ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല, നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് അങ്ങനെ ഗ്രഹിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ഉപദേശമായിട്ടൊന്നും നിങ്ങൾ തട്ടിവിടരുത്. നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് എങ്ങനെ ഗ്രഹിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ മണ്ണുമായിട്ട് അല്ലെങ്കിൽ ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്വം ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവ്. പിന്നീട് അടുത്ത വായിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ക്ഷേത്രത്തിൽ രാജാവിൻ്റെ കൂടെ നമസ്കരിക്കുന്ന തെറ്റ് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും നീ സമാധാനത്തോടെ പോകാമെന്നുള്ള ഒറ്റ വാക്യ പ്രവാചകൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മൾ പറയുന്ന വിശുദ്ധി വേർപാടുകളുടെ വഴികളിലൊന്നും അല്ല ഇദ്ദേഹം സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോർദാനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയത്. അത് ഈ നദിയുടെ പ്രത്യേകത ആകട്ടെ, ആ നദിക്കൊരു പ്രത്യേകത ഉണ്ടെന്നല്ല പറഞ്ഞ്, ആ നദി ഒരു പ്രത്യേക വിധത്തിൽ വേദപുസ്തകം പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. മനസ്സിലായില്ലേ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് യേശുവിൻ്റെ മുമ്പിൽ കൂടെ ശവങ്ങളൊന്നും പോയതായിട്ട് വേദപുസ്തകത്തിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും നമ്മൾ പറയുന്നില്ല. പല മരണത്തിലും യേശുക്രിസ്തു പങ്കെടുത്ത് കാണും, ശവമടക്കിന് തീർച്ചയായിട്ടും പങ്കെടുത്ത് കാണും. പക്ഷെ വേദപുസ്തകം അത് എഴുതാതിരിക്കുന്നതിൻ്റെ കാരണം ജീവനും മരണവും ഒരിക്കലും നേരിട്ട് കാണുന്നില്ല. ഇതാണ് അതിൻ്റെ രൂപം. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതങ്ങനെ എഴുതുക. എന്നതുപോലെ യോർദാനെ നമ്മുടെ വീണ്ടെടുപ്പായിട്ട് സൂചിപ്പിച്ച് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാതെ നദിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ എഴുത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി എത്ര പേര് എഴുതിയാൽ നിങ്ങൾ ആലോചിച്ചു? എത്ര പേര് എഴുതിയതാണ്? ദൈവത്തിൻ്റെ ആ ലക്ഷ്യത്തിൽ വല്ല മാറ്റം വരുന്നുണ്ടോ? ഇതാ വേദോത്സവത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പരസ്പര ബന്ധത്തോടെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത മനസ്സിലാകുമ്പോൾ തന്നെ ദൈവത്വം നമുക്ക് അകത്ത് വെളിപ്പെടും. നമ്മൾ ദൈവത്തെ സ്തുതിച്ചോളാം. ഇതതിൻ്റെ പ്രത്യേകത. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അതാ. ഈ എഴുത്തിൻ്റെ പ്രത്യേകത അതാ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി കർത്തൃമേശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. അതിന് മുമ്പ് പെസഹായെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 12-13 വാക്യം. 12, 13, 14. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. അവിടെ ദൈവം മോശയിലൂടെ അവർക്കൊരു നിത്യ നിയമം വീണ്ടെടുപ്പിനായിട്ട് കൊടുക്കുക. പെസഹ എന്ന നിത്യ നിയമം വീണ്ടെടുപ്പിനായിട്ട് കൊടുക്കുക. അത് അവർക്ക് തെളിവായിട്ട് അവരെ മുമ്പിൽ സംഭവിച്ചു എന്ന് മാത്രമല്ല, എല്ലാ ഫറവോൻ്റെ നാട്ടുകാർക്കും അല്ലെങ്കിൽ മിസ്രയീമ്യർക്കും അവരാദ്യജാതനെ കൊടുത്ത് അവരുടെ ബാക്കിയുള്ളവരെ സംരക്ഷിക്കേണ്ടി വന്നുവെങ്കിൽ ഒരാടിൻ്റെ രക്തം മാത്രം അല്ലെങ്കിൽ ഒരാടിനെ മാത്രം കൊടുത്തിട്ട് ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ഓരോ ആടിനെ കൊടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും അവരെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ കഴിയും. ഇതിനെ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി ഭൂലോകത്തിന് വേണ്ടി മുഴുവൻ അല്ലെങ്കിൽ സകല മാനവജാതിക്കും വേണ്ടി ഉള്ള യേശുക്രിസ്തു പുതിയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ നിയമവുമായിട്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം. മത്തായി 26-26 മുതലുള്ള 3 വാക്യം. യേശു അപ്പം വാഴ്ത്തി
ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊല്ലുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്നവരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മതി. യേശു ക്രിസ്തു ഈ സംഭവം പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. മാർക്കോസ് 14 പറയുന്നുണ്ട്, ലൂക്കോസ് 22 പറയുന്നുണ്ട്. വേണമെങ്കിൽ അതെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇനി ഏത് സമയത്താണ് ഇത് പറയുന്നത്? പെസഹ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇനി നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാൽ അത് മനസ്സിലാകും അവരിത് പെസഹ അത്താഴം കഴിച്ചതെന്ന്. ഈ സമയത്ത് പെസഹ കൃത്യമായിട്ട് അത്താഴം നടക്കേണ്ടത് എപ്പോഴാണ്? യേശുക്രിസ്തു മരിച്ചതിന് ആ സമയത്താണ്. മരിച്ചു തൊട്ട് പുറകെയാണ് ഈ പെസഹ അത്താഴം ആചാരമായിട്ട് കഴിക്കേണ്ടത്. പക്ഷേ ശിഷ്യന്മാരടുത്ത് തലേ ദിവസം എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒരുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതുമ്പോൾ നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ ആദ്യത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പം വൈകുന്നേരം കൃത്യമായിട്ട് പറഞ്ഞാൽ ചൊവ്വാഴ്ച വൈകുന്നേരം കഴിക്കുമ്പോൾ യേശുക്രിസ്തു അവൻ മരിച്ചു കഴിയും എന്ന് പറഞ്ഞാൽ ആ ദിവസം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ ബുധനാഴ്ച വൈകിട്ട് അവർ കഴിക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ചു കഴിയും. ഈ ബുധനാഴ്ച വൈകിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ദിവസം ആരംഭിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടാണ്. ചൊവ്വാഴ്ച വൈകിട്ട് ഇത് ആരംഭിച്ചത് ആ സമയത്താണ്. ആരംഭിക്കുന്ന സമയത്താണ് ഇവരോട് പറഞ്ഞത് പെസഹയ്ക്ക് വേണ്ടി ഒരുക്കാൻ പറയുന്നതും. അവർ പത്രോസ് യോഹന്നാനുമാണ് പോയി ഒരുക്കിയത്, അത് കഴിക്കുന്നത്. ഇനി എന്തിനു വേണ്ടി യേശു ഇത് ചെയ്യാൻ ആഗ്രഹിച്ചു? അവരുള്ള ഒരു സ്നേഹം കൊണ്ട് നേരത്തെ ആഹാരം കഴിക്കാമെന്നോ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാമെന്നോ എന്തെങ്കിലും പ്രസക്തമായിട്ട് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രസക്തമായ ഒറ്റ സംഗതിയെ നടന്നിട്ടുള്ളൂ. ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ നിത്യ നിയമമായിട്ട് അവിടെ പെസഹായിൽ കൊടുത്തത് ഇവിടെ പറഞ്ഞു. രക്തം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ പറഞ്ഞു, എന്ത്? പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ഇനി എപ്പോഴാണ് പറഞ്ഞത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ കുറച്ച് ഇൻഫർമേഷൻ അങ്ങ് തരാം. എനിക്കറിയാം നിങ്ങൾക്ക് ആവശ്യത്തിന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇൻഫർമേഷൻ തരുന്നത്. എപ്പോഴാണ് ഇത് ചെയ്തത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. യേശുക്രിസ്തു അല്ലേ ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്? ഇതിനുവേണ്ടി ഇത്രയും വലിയൊരു പെസഹ അത്താഴം ക്രമീകരിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇത് ചെയ്യണമായിരുന്നു. അത് കുറച്ചുകൂടെ പ്രാർത്ഥനയോടുള്ള അന്തരീക്ഷത്തിൽ ഒരു സിനഗോഗിലെങ്ങാണം വെച്ച് ചെയ്താൽ പോരായിരുന്നു. ഏറ്റവും കുറഞ്ഞത് മാളിക മുറിയിലെങ്കിലും. ആ സന്ദർഭമൊന്നും അല്ല ഇതിൻ്റെ പ്രത്യേകത അതിനകത്ത് പങ്കെടുക്കുന്ന ഓരോരുത്തരുമാണ്. യേശുക്രിസ്തുവാണ് അതിൻ്റെ നായകൻ. ആ യേശുക്രിസ്തുവിനെ ഓർക്കുകയാണ് ലക്ഷ്യം. ഇനി മനസ്സിലാക്കേണ്ടത്, ഒരു ഭക്തന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും അവനും ദൈവവുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. ഈ തിരിച്ചറിവാണ് നമുക്ക് നഷ്ടമാകുന്നത് ഈ തിരുമേശയെ ആ സന്ദർഭത്തെ വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ചു തുടങ്ങുമ്പോൾ. എനിക്കറിയാം അടിസ്ഥാനമായിട്ട് പെന്തക്കോസ് തിയോളജി എല്ലാം പഠിച്ച് ചെയ്ത് 10-35 വർഷമായിട്ട് ജീവിച്ചു വരുന്നവർക്ക് ഇതൊക്കെ തലയിലോട്ട് പിടിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷെ ഞാൻ വേദോത്സവം വായിക്കുക അല്ലാതെ അതിനകത്തൊന്നും വ്യതിചലിച്ചിട്ടില്ല. വാക്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇനി ഇത് മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശുക്രിസ്തു 2 തവണ വീഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട്. 2ാമത്തെ തവണ കൊടുക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് പുതിയ നിയമമെന്ന്. മനസ്സിലായോ? ആദ്യത്തെ തവണ അല്ല പറഞ്ഞത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് ഈ ഒരു പെസഹ അത്താഴത്തിൽ അവർക്ക് 4 തവണ വീഞ്ഞു കുടിക്കുന്ന
സന്ദർഭങ്ങളുണ്ട്. അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. അതൊക്കെ നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അവസാനത്തെ ഇനി ഇത് കഴിഞ്ഞിട്ടും ഒരു വീഞ്ഞ് കുടിക്കേണ്ട സന്ദർഭമുണ്ട്. ഇതാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞത്, ഇനി ഞാനിത് കുടിക്കത്തില്ല. അല്ലാതെ യേശുവിൻ്റെ ജീവിതത്തിൽ ഇനി അതിനുശേഷം വീഞ്ഞ് കുടിക്കത്തില്ലെന്നല്ല പറഞ്ഞത്. ഈ ശുശ്രൂഷയിൽ 4-മത്തെ കുടിക്കേണ്ട വീഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കൂട്ടിച്ചേർക്കലിനെ കാണിക്കുന്നതാണ്. നമ്മളെ കൂട്ടിച്ചേർത്തതിന് ശേഷം മാത്രമേ അത് കുടിക്കൂ. ഇതിലെ ഓരോ ഭാഗങ്ങളും പാരലായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ സാധാരണ സ്ഥിരം വായിക്കുന്ന വാക്യം 11:23. ഞാൻ കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി കൊടുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. മതി. യേശുക്രിസ്തു ഇത് മൊത്തം പറഞ്ഞോ? യേശുക്രിസ്തു ഇത് മൊത്തം പറഞ്ഞോ? സുവിശേഷത്തിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എന്നേ പറയാൻ പറ്റൂ. കാരണം എന്താ? പൗലോസ് ഇവിടെ പറയുന്നു പറഞ്ഞു എന്ന്. ഇനി അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. പൗലോസ് ഇത് പറയുന്നതിൻ്റെ തലേ ദിവസം വരെ ദൈവസഭയിൽ കർത്തൃമേശ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. അത് ലേഖനങ്ങൾ പലതും വായിക്കുന്ന നമുക്ക് തന്നെ മനസ്സിലാവും. പൗലോസ് ഇത് പറയുന്നതിൻ്റെ തലേ ദിവസവും എന്തുണ്ടായിരുന്നു? കർത്തൃമേശ ഉണ്ടായിരുന്നു. പൗലോസ് അതിനകത്ത് ചില മാറ്റങ്ങളെ വരുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെയല്ല, ഇച്ചിരി വ്യത്യസ്തമായിട്ട് പലരും ഭക്ഷണം കൊണ്ടുവരികയും അവർ ഒരുമിച്ച് ഷെയർ ചെയ്തിരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചില വിവേചനങ്ങൾ വരികയും അതിനകത്ത് ചിലരെ അവഗണിക്കുകയും ചെയ്യുന്നു എന്ന് വന്നപ്പോൾ ആ ഭക്ഷണത്തെ അങ്ങ് ഒഴിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അതിനെ ഇതുമായിട്ട് കൂട്ടിച്ചേർക്കാതെ അതിനെ മാറ്റി നിർത്തിയിട്ട് ആ കർത്തൃമേശയെ മാത്രം സെപ്പറേറ്റ് ആക്കി തീർക്കുകയാണ് പൗലോസ് ചെയ്തതെന്ന് നമുക്കവിടെ വായിക്കാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാണ് ഇനി പൗലോസ് ഇത് എഴുതിയത് അതിന് വിരുദ്ധമായിട്ടാണോ എന്ന് നമുക്ക് തോന്നും, അല്ലേ? ഇനി സംഭവിച്ചത് രണ്ടും കൂടെ ഒരുമിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാർ കേൾക്കുകയും യേശുക്രിസ്തു ഇത് തീർച്ചയായിട്ടും എന്ത് ചെയ്തു? പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? സഭ തുടങ്ങിയപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇരുന്നത്. പക്ഷേ പൗലോസിനെ മനസ്സിലായി ഇതിനി എഴുതി വെച്ചില്ലെങ്കിൽ നാളെ ഇത് വേണ്ടതുപോലെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ വളച്ചൊടിക്കും എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? കുറച്ചുകൂടെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞത് മുഴുവൻ ചേർത്ത് ആ പൗലോസിന് ദൈവം തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് അതിനുണ്ടായിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതാണ് പൗലോസിനുണ്ടായ വെളിപ്പാട്. എന്ത്? അവിടെ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടില്ല, അതുകൂടെ ചേർത്ത് ഇതിനകത്ത് എഴുതിക്കോളാം എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. ഈ എഴുത്തിലുള്ള വ്യത്യാസം കൊണ്ട് ദൈവവചനത്തിൽ അവിശ്വാസം രേഖപ്പെടുത്താതെ ഞാനത് വിശ്വസിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശിഷ്യന്മാർ 3 പേരും എഴുതിയപ്പോഴും എന്ത് പറഞ്ഞില്ല? എൻ്റെ ഓർമ്മയ്ക്കായി ചെവീൻ എന്ന് പറഞ്ഞ കാര്യം അവർ പറഞ്ഞില്ല. അതാര് പറഞ്ഞു? പൗലോസ് പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ചെയ്തുകൊണ്ടേ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നാം അനുഷ്ഠിക്കുന്ന കർത്തൃമേശ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ശുശ്രൂഷയിൽ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് എനിക്കാണ് പ്രാധാന്യം. ഇതെൻ്റെ കൂടെ ആരെടുക്കുന്നു? ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൂടെ എടുക്കുന്ന ആളിൻ്റെ ജീവിതം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇപ്പുറത്തിരുന്ന ആൾ കർത്തൃമേശ എടുത്തില്ലെന്ന്. എത്ര വികലമായ രീതിയിലാണ് വർഷങ്ങളായിട്ട് ദൈവസഭയിലിരിക്കുന്ന വ്യക്തികൾ ഇത് പഠിച്ചു വച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് എനിക്ക് അങ്ങ് തോന്നി, ഞാൻ അങ്ങ് വിധിച്ചു. അത് തന്നെ തെറ്റായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ കർത്തൃമേശ എടുത്തില്ല എന്ന് പറഞ്ഞാൽ മനു എടുക്കുന്നതുകൊണ്ട് ഇത് അശുദ്ധമായെന്നും അതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല എന്ന് നമുക്ക് തീരുമാനിച്ചു. എന്തറിവാത്? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് ഓരോരുത്തരും അവരവരെ വിവേചിക്കുക. ദൈവത്തിന് സ്തോത്രം.
ഇതിൻ്റെ സന്ദർഭമല്ല പ്രശ്നം, ഹൃദയത്തിൽ എന്ത് വരുന്നു എന്നുള്ളത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച മരണമാണ് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നെങ്കിൽ ഈ ശുശ്രൂഷ നമുക്ക് യോഗ്യമാണ്. അതല്ല, നമ്മുടെ ഇഷ്ടപ്പെട്ട ജീവിതം ഇഷ്ടം പോലെ ചെയ്യാനുള്ള താല്പര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ അപ്പോഴും ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ നമുക്ക് അനുയോജ്യമല്ല. ഇവിടെ എന്ത് ഷോ കാണിച്ചാലും നിങ്ങളിത് കാണിക്കാൻ പോകുന്നത് എൻ്റെയോ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരുടെയോ മുമ്പിലല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എവിടെ വെച്ച് ചെയ്താലും ഇതൊരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പഴയ നിയമത്തിൽ ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ മാതൃക ചെയ്യുമ്പോൾ ഓരോ വീട്ടിലും ആടിനെ വെട്ടിയതും രക്തം പുരട്ടിയതും ആരാ? ആ വീട്ടിലുള്ളവരാ. അന്ന് അവിടെ പുരോഹിതന്മാരില്ലേ? ശുശ്രൂഷക്കാരുണ്ട്. അഹരോനും കൂട്ടരും അന്ന് പുരോഹിതന്മാരെ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾക്കായിട്ടുണ്ടോ എല്ലാവരും. അവരെ കൊണ്ടല്ല ചെയ്യിച്ചത്. അങ്ങനെ ഒരു സംഗതി അല്ല വന്നത് അവിടെ. എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാതൃകയായിരുന്നു? ഇന്ന് നമുക്ക് ലഭിക്കേണ്ട ഈ ശുശ്രൂഷയുടെ മാതൃകയായിരുന്നു അത്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മാതൃകയായിരുന്നു അത്. അതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ ദൈവം മുമ്പോട്ട് പോയെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അവരവരെ വിവേചിക്കുക. ഞാനിതിന് യോഗ്യനാകും. എൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച്, എന്നെ വീണ്ടെടുത്തതിനെ കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടിയാണോ ഓരോ നിമിഷവും എൻ്റെ ജീവിതം ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ വിലയിരുത്തും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ശുശ്രൂഷയിലേക്ക് ഇറക്കാം. നമ്മൾ ഈ ശുശ്രൂഷ ആവർത്തിച്ചെടുത്തിട്ടുള്ളവരാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാനിതിൻ്റെ ഭക്തിയുടെ വില പലപ്പോഴും കുറയ്ക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും എൻ്റെ തിരിച്ചറിവിൽ അത് കൂട്ടിക്കൊണ്ടായിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് നമ്മുടെ ഏകാന്തതയിൽ അല്ലെങ്കിൽ നമ്മുടേതായ ഭവനത്തിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും രണ്ടുപേരെടുത്ത ലിജോയും കുടുംബം, അവർ രണ്ടുപേരും ഒരു ദിവസം അവർക്ക് തോന്നിയ വീട്ടിൽ നമുക്കൊരു കർത്തൃമേശ എടുക്കണമെന്ന്. അവരാ ശുശ്രൂഷ ചെയ്താൽ തീർച്ചയായിട്ടും അവർ യേശുക്രിസ്തുവിനെ ഓർക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ആരാധന എവിടെ നടക്കേണ്ടത്? അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം യേശുക്രിസ്തു പറഞ്ഞോ? ഇല്ല. ആ മലയിലും അല്ല, ഈ മലയിലും അല്ല. നമ്മൾ പിന്നെ മലകൾ ഉണ്ടാക്കുക. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ സ്ഥലത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഈ സാധാരണ സഭകളിൽ ഈ റാങ്കുകൾ, ഉദാഹരണത്തിന് ശുശ്രൂഷ നിലവാരങ്ങൾ ഓരോ സഭയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ, ഇങ്ങനെയൊക്കെ പറയുന്ന പല നിലവാരങ്ങൾ. അതിന് ഓരോ ചർച്ചിനും ഓരോ ടൈറ്റിലുകളും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ചർച്ച കൂടുന്ന എക്സോട്ടർ എന്ന് പറയുന്ന ടൈറ്റിലാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലെവൽ. അത് കഴിഞ്ഞാൽ ഓർഡൈൻഡ് മിനിസ്റ്റർ, അത് കഴിഞ്ഞാൽ ബിഷപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പേരാണ്. ബിഷപ്പ് മലയാളത്തിൽ ഇപ്പോൾ നമുക്ക് അന്യമായ, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പേരാണ്. വേദത്തിലുള്ള വാക്കാട്ടോ. നമുക്കത് പ്രശ്നമായ എങ്ങനെയാണെന്നറിയാമോ? നമ്മളത് ബിഷപ്പ് മലയാളത്തിലാക്കുമ്പോൾ എന്താണെന്നറിയാമോ? തിരുമേനി എന്ന് വരും. ആ ഒരു ട്രാൻസ്ലേഷനിലാണ് ആ പ്രശ്നം വരുന്നത്, അല്ലാതെ ബിഷപ്പ് എന്നുള്ള വാക്കിനല്ല പ്രശ്നം. അപ്പോൾ മലയാളത്തിൽ അതിന് ശരിയായുള്ള ഒരു പദമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ പദവികൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ശുശ്രൂഷകൾ ബഹുമാനമില്ലാതെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയാറുണ്ട്. ഇപ്പോഴത്തെ കാലമല്ല, ഒരു പഴയ കാലത്തിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് പോവാം. ഒരു 10 പേരുള്ള വീട്, കഴിഞ്ഞ ദിവസം കണ്ട ഒരു 10 മക്കളുള്ള ഒരു വീടിനെ കുറിച്ച്. അങ്ങനെയുള്ളൊരു വീടാണെന്നിരിക്കട്ടെ. ആ കുട്ടികൾ പല പ്രായത്തിലുള്ളവർ കാണും. പക്ഷേ ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുന്നതിൽ വളരെ അപകടം പിടിച്ച ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാം. ഇതൊന്നുമില്ല അല്ലേ? തീ കത്തിക്കുക. ഓക്കെ, ശരി. നമുക്ക് ഇത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. വീട്ടിൽ ഒരു പാസ്റ്ററെ തീരുമാനിച്ച്, ഇത് ഗ്യാസിൻ്റെ പാസ്റ്റർ,
നമ്മൾ ചെയ്യുമോ? അതോ 10 മക്കളെയും പഠിപ്പിക്കുമോ ഇത് തൊട്ടാ കൈ ഉള്ളതെന്ന്? എന്നാലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല നീ പറയുന്നത്. എനിക്കറിയാം, സാരമില്ല, നമുക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്വാഗതം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോന്നും, ഓരോ സംഭവവും നമ്മുടെ നിത്യതയിൽ വിലപ്പെട്ടതുമാണ്. മറ്റൊന്ന് മറ്റനേകരുടെ, നമ്മളറിയാത്ത ആരുടെയൊക്കെയോ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ കണ്ടത് ചാവുകടലിലേക്ക് വെള്ളം എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു വസ്തുതയൊന്നുമല്ല. നമ്മുടെ ചരിത്രത്തിൽ ആകെ നടന്ന ഒറ്റ സംഭവമാണ് നമ്മൾ ഈ വായിക്കുന്നത്. നിങ്ങൾ ഇന്ന് അവിടെ ചെന്നാലും വെള്ളത്തിൽ ഇറങ്ങിയാൽ മുങ്ങി പോകത്തില്ല, മുങ്ങി കിടക്കത്തേ ഉള്ളൂ. അത്രയും സാന്ദ്രതയോടെ ശുദ്ധജലം എത്താതെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ശുദ്ധജലം എത്തിയത് നിങ്ങളുടെ ഈ ജനത്തിന്റെ വീണ്ടെടുപ്പ് നടന്നപ്പോഴാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ വസ്തുതയ്ക്കും ലോകത്തിൽ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കരുതിക്കണം. ദൈവത്തിന്റെ സ്വാഗതം. ഈ അടുത്ത സമയത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ്, ഏതോ ഒരു വ്യക്തി സംസാരിച്ചത് നിമിത്തമാണ് ട്രംപ് ഇവിടെ വന്ന് യുദ്ധം ചെയ്യാൻ കാരണമായെന്ന് പറഞ്ഞു. ഏതോ ഒരു സഭയിലെ പാസ്റ്റർ, എനിക്ക് തോന്നുന്നു ബാപ്റ്റിസ്റ്റിലെ ഏതോ ഒരു പാസ്റ്റർ പറഞ്ഞു. ശരിയാണോ ഇല്ലയോ എന്ന് തോന്നുന്നത്. ആ ഒരൊറ്റ വ്യക്തി നിമിത്തം, നല്ലതോ ചീത്തയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, വലിയ ദേശവ്യാപകമായ ഒരു പ്രശ്നവും നടന്നു. ഇസ്രായേലിന് അനുകൂലമായ ചില കാര്യങ്ങളുമൊക്കെ നടന്നു. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ പ്രവൃത്തിക്കും നിത്യമായ ചില പ്രത്യേകതകളുണ്ട്, നിത്യമായ ചില ഫലങ്ങളുണ്ട്. ഇത് മറന്നുപോകരുത്. ഇത് മനസ്സിലാക്കി വേണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കാം. തിരിച്ചറിവോടെ നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്വാഗതം.